നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മോഹൻലാൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയുടെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ മോഹൻലാൽ പറഞ്ഞ ഒരു വാക്കായിരുന്നു, എൻ്റെ ഭാര്യ സുചിത്രയ്ക്ക് ഒരു സർജറി ഉണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്കിലാണ്, അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കാം എന്നുള്ളത് മോഹൻലാൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, മോഹൻലാൽ കുറച്ച് ദിവസങ്ങളായി തിരക്കിലായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആകെ ടെൻഷനിലായിരുന്നു. അതുമാത്രമല്ല, അമ്മയുടെ താരപരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ റിഹേഴ്സലിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്നും പനിയെ തുടർന്നും മാൽജി എന്ന അസുഖത്തെ തുടർന്നും ഒക്കെ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇറങ്ങി വന്നിട്ട് റെസ്റ്റ് എടുക്കണം, 4 ആഴ്ചത്തെ റെസ്റ്റ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ തൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെയധികം തിരക്കിലായിരുന്നു. അപ്പോൾ ആ തിരക്കിനൊക്കെ ശേഷം മോഹൻലാൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. കടുത്ത പനിയും ശ്വാസതടസ്സത്തെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്രയും ഇതേപോലെ ശ്വാസതടസ്സം പനിയും ഒക്കെ കടുത്തു ആശുപത്രിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മോഹൻലാൽ വളരെയധികം വികാരാധീനനായിട്ടായിരുന്നു ഈ ഒരു അമ്മ കമ്മിറ്റിയിൽ നിന്നും അമ്മ സംഘടനയിൽ നിന്നും കൂട്ടരാജി പ്രഖ്യാപിക്കുന്നതും. എന്തായാലും ഈ ഒരു കൂട്ടരാജി പുറത്ത് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ കണ്ടതാണ്, ശബ്ദം ഇടറിക്കൊണ്ടാണ് മോഹൻലാൽ അത് പറയുന്നതും. കാരണം കുറേ നാളത്തെ എത്രയോ വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള തങ്ങളുടെയൊക്കെ പ്രയത്നമാണ് ഈ ഒരു സംഘടന ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആർക്കും സഹിക്കാനാകില്ല. എന്തായാലും ആശുപത്രിയിൽ വച്ചിട്ടാണ് മോഹൻലാൽ ഈ ഒരു ഓൺലൈൻ യോഗം വിളിച്ചു കൂട്ടിയതും അഭിപ്രായം ചോദിച്ചും മമ്മൂട്ടിയെ വിളിച്ചതും ഉപദേശം ചോദിച്ചുകൊണ്ട് മമ്മൂട്ടിയെ വിളിച്ചതും ഒക്കെ ഈ ആശുപത്രിയിൽ വെച്ചെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയാണ് ഒറ്റയ്ക്ക് തനിച്ച് രാജിവെച്ചാൽ ശരിയാവില്ല, എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കണം, ഒരു കൂട്ടരാജിയുടെ പിന്നിൽ മമ്മൂട്ടിയുടെ ബുദ്ധിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ മോഹൻലാൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുവെന്നും അതുകൊണ്ടാണ് തൻ്റെ സങ്കടം ഉള്ളിൽ അടക്കാനാകാതെ, കാരണം ഈ ഒരു ഭാഗത്ത് ആശുപത്രി സംഭവങ്ങളും മറ്റേ ഭാഗത്ത് മാനസികമായി തളർത്തുന്ന കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ടായി. മോഹൻലാൽ ആകെ തളർന്നൊരവസ്ഥയിലാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയെ വിളിച്ചതും മമ്മൂട്ടിയെ ആശ്വസിപ്പിക്കാനായി ആശുപത്രിയിൽ തന്നെയാണ് ഓടിയെത്തിയെന്നും ഒക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. മാത്രമല്ല, എപ്പോഴും തൻ്റെ താങ്ങായി തണലായി മോഹൻലാലിൻ്റെ കൈ പിടിച്ച സുചിത്ര വരെ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ രാജി പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകർ ഉൾപ്പെടെ അറിയേണ്ടത് ഇപ്പോൾ മോഹൻലാലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ആശുപത്രിയിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും.